സ്റ്റോറി ഇട്ടാലും മെൻഷൻ ചെയ്യോ? സ്റ്റോറി ഇട്ടാലും ഇത് വീഡിയോടെ ഇത് സ്റ്റോറി ഇട്ടാൽ മെൻഷൻ ചെയ്യോ? ഞാൻ നോക്കട്ടെ. സോപ്പ് വേറെ സോപ്പ് എന്തെങ്കിലും ഉണ്ട്? അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട് അപ്പൊ കൊടികളൊക്കെ ഉണ്ടോ? ഒരു കൊടി വീട്ടിലിരിപ്പുണ്ട്. ഹെയറിൽ എന്താ തേക്കുക? അതൊരു കേൾ ക്രീം ഉണ്ട്. അത് ഞാനില്ല, അത് വെച്ചിട്ട് ജസ്റ്റ് ഇത് ചെയ്യുന്നു, ഇങ്ങനെ ഇരിക്കും, കഴിഞ്ഞു. ഗൈസ്, ഓൺ എയറിലോട്ട് സ്വാഗതം. നമ്മൾ കണ്ടിട്ടുണ്ട് കാർത്തിക കല്യാണത്തിന്. ഞാൻ ചോദിക്കാൻ എല്ലാവരും എക്സൈറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യണം ഓണത്തിന്റെ പടങ്ങളിൽ. പയാം ഗെയിം ഉണ്ട്, ഖലീഫ് ഉണ്ട്, ബദ്ലേം കുടുംബേണിക്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് എന്തായാലും എല്ലാ പടങ്ങളും എല്ലാവരും കാണും. എല്ലാം എക്സൈറ്റ് ആണ്. പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള പടം കുടുംബ യൂണിറ്റ് ആണ്. ബത്ലഹേം, ഗിരീഷേടി, നിവിൻ പോളി. മറ്റത് എക്സൈറ്റ്മെന്റ് ഇല്ലാന്നല്ല, ബട്ട് ഒരു സ്റ്റെപ്പ് കൂടുതൽ എനിക്ക് ആ പടം കാണാൻ ആകാംക്ഷയുണ്ട്. ബദ്ലേം വരുന്നത് August 21-നാണ്. 20 എന്തോ ഒരു പ്രീമിയർ ഷോ, അതില്ല, അത് ക്യാൻസലായി. എനിക്കറിയില്ല. പിന്നെ ഈ ഖലീഫും ഫസ്റ്റ് ചോയ്സ് ഫസ്റ്റ് ഖലീഫ. ഇല്ല അങ്ങനെയല്ല, എനിക്കോട് മറ്റേത് രാവിലെ 9 മണിക്കും തോന്നുന്നു ഷോ എന്ന് തോന്നുന്നു. അപ്പൊ ആദ്യം അതായിരിക്കും, അതിനുശേഷം ഗെയിം. ഐ ആം ഗെയിം നിനക്ക് മനസ്സിലായോ ട്രെയിലർ കണ്ടിട്ട്? രസമുള്ളൊരു പരിപാടിയാണ്. അത് എങ്ങനെ അത് സിനിമയാക്കും എന്നുള്ളത് ഇങ്ങനെ കാലിച്ചോണ്ടിരിക്കുക. ട്രെയിലറിൽ കാണിച്ചൊരു സാധനമാണെങ്കിൽ അത് രസമായിരിക്കും. എന്താണ് എക്സൈറ്റ് ചെയ്ത് തോന്നുന്നത് കാണാൻ? ഭയങ്കര ദുൽഖറും പിന്നെ നഹാസ് പുള്ളി ഡയറക്ഷൻ ആഫ്റ്റർ RDX പുള്ളി ചെയ്യുന്ന പടമാണ്. അപ്പൊ ആ ഫുൾ ടീം തന്നെ തോന്നുന്നു ആ RDXന്റെ ടീം തന്നെയാണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് പുള്ളിയാ. നീ വേറൊരു പടം നീ കംപ്ലീറ്റ്ലി വിട്ടാടെ, ടോക്സിക് 2018 മലയാളികൾക്ക് ഇത് 3 കഴിഞ്ഞിട്ടുള്ളത്. എന്റെ പേഴ്സണലാണ്. മലയാളികൾക്ക് 3 പടമാണ് ഭയങ്കര. ടോക്സിക് 2018 വരുന്നത്. പിന്നെ വിശ്വനാഥൻസ് 14 വരുന്നുണ്ട്. അതാണ് പിന്നെ അത് ഇന്ന് എന്തോ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നുന്നു. ഫസ്റ്റ് ഡേ അതെന്തായാലും കാണും. സൂര്യ ഫാൻ. ഒരു റിവ്യൂവർ നിലയിൽ അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്ന ആൾ നിലയ്ക്ക് കേരളത്തിൽ ഇഷ്ടപ്പെട്ട കുറച്ച് 3 ഡയറക്ടേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞവർ. മലയാളം എല്ലാപ്പോഴും ആണോ? എവർഗ്രീൻ ആണോ ഉദ്ദേശിക്കുന്നത്? കറന്റ്ലി ഉള്ള. ഓക്കെ, കറന്റ്ലി ഖാലിദ് റഹ്മാൻ ഒന്ന്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. നീ റെസ്റ്റ് എടുത്തോ. ഗിരീഷേടി ഡെഫിനറ്റ്ലി. അമൽ നീരദ്, തരുമൂർത്തി ഉണ്ട്. പക്ഷെ അമൽ നീരദ്, ഗിരീഷേടി, ബിക്കോസ് ഗിരീഷേടിയൊക്കെ ഒരുപാട് പടം ചെയ്ത് എനിക്ക് പുള്ളിയുടെ ആ ഒരു ലൈൻ ഓഫ് വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പടങ്ങളുടെ ടെംപ്ലേറ്റ് വരെ ആണെങ്കിൽ പോലും ഭയങ്കര ഒരു രസമാണ്. നമുക്കൊരു ഫ്രഷ്നെസ് എവിടെയൊക്കെയോ കിട്ടും. ഈവൻ പുള്ളിയുടെ ഒരു ഹാക്കർ പരിപാടി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു മറ്റേ നസ്ലിൻ ഹാക്കർ ആയിട്ടുള്ള കാതൽ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്, ഈ വർക്കായ പടമാണ്. ഇപ്പോൾ ഈ അതേപോലെ തന്നെ ഇപ്പം യൂത്ത് നടന്മാരിൽ നോക്കുകയാണെങ്കിൽ നെസ്ലിന്, സന്ദീപ്, മാത്യു തോമസ് ഒക്കെ ഉണ്ട്. ഇവരിൽ അണ്ടർ റേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു നടൻ നിലവിലുള്ള മാത്യു, നെസ്ലിൻ, മെയിൻ ആളെ പേര് വിട്ടുപോയി. സന്ദീപ് നിലവിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ കണ്ട് വരുന്നില്ല. അങ്ങനെയില്ല, അങ്ങനെ ആരും അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് എല്ലാവർക്കും വർക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് അവർ എക്സൽ ചെയ്യുന്നു ഇല്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. എനിക്ക് പേഴ്സണലി സന്ദീപാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. മറ്റേ അങ്ങനെ പിക്കിംഗ് ആണ്. ഈസ് ഓൾസോ ഗെറ്റിംഗ് റിയലി ഗുഡ് വർക്ക്. അപ്പൊ അടുത്ത അമൽ നീരദിന്റെ കൂടെ പടം. പുള്ളിയുടെയൊക്കെ ലൈൻ ഓഫ് വർക്കും കിടില്ല. കിട്ടുന്ന ഈ ഡയറക്ടേഴ്സും ഒക്കെ കിടില്ല ചെയ്യുന്ന പടങ്ങൾ. ഇപ്പം മറ്റേ മോളിവുഡ് ടൈംസ് ഒക്കെ വേറെ ലെവലായിരുന്നു. നീ കുഴപ്പമില്ല, പിടിച്ചോ. ഞാൻ തളരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ എന്താണ് ഇപ്പോൾ ഡയറക്ടേഴ്സിന് നോക്കിയാണ് ബേസിൽ ജോസഫ്, വിനീസിനാസ് എന്നുള്ള ആരംഭിക്കുക. അതിനോ ഒരുപാട് പേര് വിമർശിക്കും. ബിക്കോസ് ഞാൻ മറ്റേ മിന്നൽ മുരളി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. പക്ഷെ എന്നാൽ പോലും പുള്ളിയുടെ കുഞ്ഞിരാമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിയുടെ അടുത്ത പടം ഞാൻ ഇന്നും വെയിറ്റിംഗ്. അല്ലു അർജുൻ പടം അതെ, അറിഞ്ഞൂടാ, നോക്കാം. ആണെങ്കിൽ അത്രയും നല്ലത്. ആണോ? അപ്പൊ അതിന് പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ നോക്കുന്നുണ്ടെന്നുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ആണോ? വെരി ഗുഡ്. അപ്പൊ വെയിറ്റിംഗ്. വിനീത് ശ്രീനിവാസൻ മോശമാണെന്ന് പറയുന്നില്ല കേട്ടോ. വിനീത് ശ്രീനിവാസനെ എനിക്ക് ഇഷ്ടമാണ്. ബട്ട് എന്തോ ബേസിലിന്റെ ഒരു ഹ്യൂമർ സെൻസും അതൊക്കെ ഉണ്ടായിരിക്കാം. കുറച്ചും കൂടെ ഒരു കുഞ്ഞിരാമായണം ഞാൻ ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. സോ അത്
അപ്പൊ ഞാൻ വേറെ കഴിഞ്ഞ നല്ല വിജയ് ഫാനാണെന്ന് അറിയാം. ഓ നിൽക്കണ വേറൊരു വിജയ് ഫാൻ എന്റെ കാര്യമല്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ വിജയ് തമിഴ്നാട്ടില് തകർത്തോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ PM ആയിട്ട്, ഇന്ത്യയുടെ PM ആയിട്ട് വരണം എന്നൊക്കെ? ഡെഫിനറ്റ്ലി. ചിലപ്പോ കോമഡി ആയിപ്പോ, പക്ഷെ ഇപ്പൊ കേരളത്തില് പുള്ളി പാർട്ടി തുടങ്ങിയ എന്റെ വോട്ട് പുള്ളിക്ക് സത്യമായിട്ടും തകർക്കും. വരണം ആഗ്രഹിക്കുന്നുണ്ട്. നോക്കാം, ഒരു ആൾക്കാരുടെ ഡിഫറൻഷിയേഷൻ ആണല്ലോ പോളിറ്റിക്സ്. ലെറ്റ്സ് സീ. ഇപ്പോഴത്തെ നിലവിലെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആരത്? നല്ലതായിട്ട് പോകണ്ട, വളരെ സുഖമായി പോകുന്നു, ഹാപ്പി ആയി പോകുന്നു, അതിൽ തന്നെ സന്തോഷം. ഞാൻ വേറെ ഹെയറിന്റെ ഹെയറിൽ എന്താ തേക്കുക? അതൊരു കേൾ ക്രീം ഉണ്ട്, അത് അത് വെച്ചിട്ട് ജസ്റ്റ് ഇത് ചെയ്യുന്നു, ഇങ്ങനെ ഇരിക്കും, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാത്ത വശം ഞാൻ ഒന്നും ചെയ്യാറില്ല. ഇത് ഇതേപോലെയൊക്കെ കുറച്ച് മനുഷ്യരെ കാണുന്ന സമയത്ത് മാത്രമാണ് ഈ സാധനം ഇങ്ങനെ ചെയ്യുന്നത്. സ്കിൻ കെയർ പറഞ്ഞാണ്ട് അവന്റെ മൂക്കിൽ കുരു വന്നു. കുരു ഒന്നും ഇല്ലടാ, മറ്റേ സോപ്പ് എടുത്ത് തേക്കാം. അല്ല, ഞാൻ വേറെ ചോദിച്ചിട്ട് ഇപ്പൊ നിലവില് ഇപ്പൊ എല്ലാ വീഡിയോയിലും വരുന്ന ഒറ്റ കമന്റ് ഇഷ്ടമല്ലാത്തൊരു കമന്റ് പറഞ്ഞത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഈ കമന്റ് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ചൂഷണം ചെയ്യുന്നു പറയുന്ന ഒരു കമന്റ്, അങ്ങനത്തെ ഒരു കമന്റ് ഏതായിരിക്കും നിലവിൽ ഹോണ്ട് ചെയ്യുന്ന കമന്റോ? കമന്റ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറെ ഉണ്ടടാ. ഇത് മെയിനായിട്ടും നമുക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഓ, നിനക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ലല്ലേ എന്ന് പറയുന്ന സാധനം. അത് ഞാൻ പേഴ്സണലി ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് പറഞ്ഞാലും അവൻ പറയുന്നത് നിനക്കൊന്നിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ആ ഒരു സാധനം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അത് പിന്നെ ഞാൻ സ്പെക്ക് വായിക്കൽ മാത്രമാണെന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാരുണ്ട്, അതും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് എപ്പോഴും വരുന്ന കമന്റ്. ഫിനാൻഷ്യലി നിലവിൽ സെറ്റ് ആണ്, ഹാപ്പി ആണോ? പിന്നെ ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. എനിക്ക് ജീവിക്കാനുള്ള കാശ് ഉണ്ടാക്കുന്നു. ഐ എം വെരി ഹാപ്പി. ആഫ്റ്റർ യൂട്യൂബ് നിലവിലത്തെ കഴിഞ്ഞാൽ യൂട്യൂബ് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, മോണിറ്റൈസേഷൻ ഓഫ് ആക്കുകയാണെങ്കിൽ ഉള്ള കാശ് വല്ല സേവ് ചെയ്ത് വെച്ച കാശ് വെച്ചല്ല ബിസിനസ്സും തുടങ്ങും. ഒരു കോടി വീട്ടിലിരിപ്പുണ്ട്. കോടികളൊന്നും ഇല്ലടേ. ഞാൻ പോലെ എൻ്റെ ഒരു ലൈൻ ഓഫ് വർക്കില് കിട്ടുന്ന കാശ് ഞാൻ റോൾ ചെയ്യുന്നത് സാധനങ്ങൾ മേടിക്കാനൊക്കെയാണ്, റിവ്യൂവിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു കുടുംബം ഉണ്ട് നോക്കാനായിട്ട്, അത് നോക്കണം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോലെ നമുക്കൊരു ലക്ഷറി ലൈഫ് എനിക്ക് ഇല്ല. എൻ്റെ അടുത്ത് നോക്കിയാൽ എനിക്ക് അങ്ങനെ ലക്ഷറി ലൈഫില്ല. ലക്ഷറി ഇൻ ദ സെൻസ് ഒരു കാറ്, ഒരു വീട് ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മെഗാ ലക്ഷറിയോ അങ്ങനത്തെ ഒരു ജീവിതമല്ല. ഐ എം ലിവിങ് മൈ ഡെയിലി ലൈഫ്, അത്രേ ഉള്ളൂ. അത് അമിതമായി ഇതുവരെ എനിക്കത് വന്നിട്ടില്ല. ജീവിക്കാനുള്ളത് ഉണ്ടാക്കുന്നു, ഹാപ്പിയാണ്, അത്ര. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വേറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ സ്റ്റോറി ഇട്ടാലും മെൻഷൻ ചെയ്യോ? സ്റ്റോറി ഇട്ടാലും വീഡിയോടെ ഇത് സ്റ്റോറി ഇട്ടാൽ മെൻഷൻ ചെയ്യോ? അത് ഞാൻ നോക്കട്ടെ, എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും.